ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാനാണ് പോണത്. ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ഇട്ട് പൊട്ടിച്ചു. ഇതാ ഒരു 2 വെല്ലുള്ളി അടക്കില്ല അഴിയേണ്ടി വെക്കുന്നതാണ്. 2 വെല്ലുള്ളി 2 വലിയ ഉള്ളി നന്നായി ഇളക്കി കൊടുത്തു. ഉള്ളിക്ക് ഇതാ വാടി വന്നിട്ടുണ്ട്. ഇത് പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ കൂടെ അരച്ചെടുത്താണ്. അവിടെ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞാണ് ചേർത്ത് വെക്കാം. അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ് 2 ഇട്ട് കൊടുക്കാം. നന്നായി പച്ചമണം പോണ വരെ ഇളക്കി വെക്കാം. ഇതപ്പം പൊടിച്ച് വെച്ച് അത് അപ്പൊക്കപ്പം പൊടിച്ചിടണം ഗരം മസാല. അപ്പം ബിരിയാണി വെക്കുമ്പോൾ അപ്പം ഇത് പൊടിച്ചിട്ടാലാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായി വഴറ്റി വെക്കാം. തൈര് ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ചേർക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കാം. ചിക്കൻ ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകി അതിൽ തന്നെ ഇടും. മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അത് അടച്ച് വെള്ളം തിളച്ചിട്ട് അരിയിടാം. ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. അടിയത്തെ മുകളത്തെ ഇങ്ങനെ അടിക്കാക്കണം. അപ്പോഴാണ് ഒരേപോലെ എല്ലാ ഭാഗം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിട്ടിരിക്കും. ഞാൻ നിരത്തി വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടിയത്തെ മുകൾക്കും അങ്ങനെ ആക്കി തുറന്ന് ഇളക്കി കൊടുത്ത് മുകളിൽ കൂടെ കുറച്ച് നെയ്യ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ അടച്ച് വെച്ച് എൻ്റെ ബിരിയാണി റെഡിയാകും. ഇതാ നമ്മുടെ ബിരിയാണി സെറ്റ്. ബിരിയാണിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് തരാം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.